ശ്രീ എൻ ശംസുദ്ദീൻ സർ, അങ്ങേക്ക് 7 മിനിറ്റ് സംസാരിക്കാം. ഇന്നത്തെ ധനാഭ്യർത്ഥനകളിലേക്ക് വന്നാൽ അതിലൊന്ന് പ്രധാനമായും തദ്ദേശ സ്വയംഭരണമാണ് സർ. രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നം ഗ്രാമസ്വരാജ് സാക്ഷാത്കരിക്കാൻ 73-74 ഭരണഘടനാ ഭേദഗതി രാജീവ് ഗാന്ധി കൊണ്ടുവന്നു. അത് ആദ്യമായി അന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ആദ്യത്തിൽ നിൽക്കുകയാണ് കേരളം. അന്നത്തെ കേരളത്തിലെ UDF സർക്കാർ പരമാവധി അധികാരങ്ങൾ താഴെത്തട്ടിലേക്ക് നൽകിക്കൊണ്ട് 995 ത്രിതല പഞ്ചായത്തിലേക്കും നഗരസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി സാർ. അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിന് ഞങ്ങൾ വലിയ സംഭാവനകൾ അർപ്പിച്ചു സർ. എന്നാൽ ഇന്ന് എന്താ സ്ഥിതി? ബജറ്റിൽ പ്രഖ്യാപിച്ചതിൻ്റെ പകുതി പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്നില്ല സർ. കഴിഞ്ഞ ബഡ്ജറ്റിൽ 7500 കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പറഞ്ഞിട്ട് അതിൻ്റെ പകുതി പോലും കൊടുക്കുകയോ ചെലവാക്കുകയോ ചെയ്യേണ്ടി വന്നില്ല എന്ന ദുസ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. കൊടുക്കുന്നതോ സർ സമയം തെറ്റിയിട്ടാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 23-24 2 ഗഡു മാത്രമാണ് കൊടുത്തത് സർ. 24-25 ആ 2 ഗഡു കൊടുത്തതും സമയം തെറ്റിയിട്ടാണ്. 24-25 വൈകിട്ടാണ് രണ്ടാമത്തെ ഗഡു കൊടുത്തത്. ഡിസംബറിൽ കൊടുക്കേണ്ട 3-ാം ഗഡു ഈ മാർച്ച് മാസം കൊടുത്ത്, കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ്. എത്ര ദിവസമുണ്ട് ഇനി നമ്മുടെ മുമ്പിൽ? എന്തഭ്യാസം കാണിച്ചാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിലെത്ര ശതമാനം സർ ചെലവാക്കാൻ സാധിക്കും? നമ്മുടെ ട്രഷറികൾ കാലിയാണ്, ബില്ലുകളെല്ലാം ക്യൂവിലാണ് സർ. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണ്. വികേന്ദ്രീകരണത്തിന് പകരം ഇവിടെ കേന്ദ്രീകരണമാണ് നടക്കുന്നത്. 4 മിഷനുകളിലൂടെ സത്യത്തിൽ നമ്മുടെ പഞ്ചായത്തുകളുടെ അധികാരമാണ് സർക്കാർ കവർന്നെടുത്തത്. അതുപോലെ മറ്റു ഒട്ടനവധി സംഗതികൾ. മദ്യശാല, ഒരു ബാർ തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതി വേണമെന്നുള്ളത് നിങ്ങൾ മാറ്റി ആ അധികാരം ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ബ്രൂവറിക്ക് വേണ്ടി നിയമം മാറ്റുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഒരു പഞ്ചായത്തിൽ ബ്രൂവറി തുടങ്ങണമെങ്കിൽ പഞ്ചായത്ത് നോക്കുകുത്തിയാണ്, പഞ്ചായത്തിൻ്റെ അനുവാദം ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സർ. ഇന്ന് പഞ്ചായത്തുകളുടെ കഷ്ടകാലമാണ്, പിണറായി കാലം എന്നിടത്തേക്കാണ് പോകുന്നത് സർ. എക്സൈസ് ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ. ലഹരിയുടെ വല്ലാത്ത പ്രതിസന്ധിയല്ലേ? എന്താ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത്? കേരളത്തിലെ ഏത് പട്ടണത്തിൽ നിന്നും ഏത് പ്രദേശത്തു നിന്നും ഒരു ഫോൺ കോൾ ചെയ്താൽ, ലഹരി ശൃംഖലയിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്താൽ 15 മിനിറ്റ് കൊണ്ട് സാധനം നിങ്ങളുടെ കയ്യിലെത്തും. അത്രമാത്രം ലഹരി ശൃംഖല കേരളത്തിൽ വ്യാപകമായി ആണ് സർ. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയും ഒന്നിച്ച് നേരിടണം. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഒന്നിച്ച് നേരിടണം. പക്ഷേ ഈ 8-9 കൊല്ലക്കാലം കൊണ്ടാണ് ഈ ദുഷ്ടശക്തികൾ ഇത്ര ശക്തമായിട്ട് കേരളത്തിൽ വളർന്നത്. എൻഫോഴ്സ്മെൻറ്റിൻ്റെ പോരായ്മയില്ലേ സാർ? സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ സാർ ഇത് നിയന്ത്രിക്കാൻ? 3 കൊല്ലം മുമ്പ് കേരളം ഞെട്ടിത്തരിച്ച് ആദ്യമായിട്ട് ഒരു ലഹരി പാർട്ടി കേരളത്തിൽ നടന്നതിനെക്കുറിച്ച് കേട്ടപ്പോഴാണ്. വയനാട്ടിലായിരുന്നു ലഹരി പാർട്ടി. നമ്മുടെ ഗുണ്ടാ തലവന്മാരെല്ലാവരും കൂടി ഒന്നു ചേർന്നതായിരുന്നു ആ ലഹരി പാർട്ടി. അതിലൊരാളുടെ വിവാഹ വാർഷിക ആഘോഷമായിരുന്നു. ഗുണ്ടക്ക് വിവാഹ വാർഷികം ആഘോഷിക്കാൻ അവകാശമില്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേട്ട് പോലീസ് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് കിർമാണി മനോജാണ്. പോലീസ് അതേപടി പുറകോട്ട് പോന്നു. ഇതാണ് സർ. ഞാനതിൽ രാഷ്ട്രീയം പറയില്ല. ഇവിടെ പലരും സൂചിപ്പിച്ചു SFI KSU എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇവിടെ പല ലഹരി പ്രശ്നങ്ങളുടെയും അടിസ്ഥാന വിഷയം ഇതാണ്. പോലീസ് ചെല്ലുമ്പോൾ, എക്സൈസ് ചെല്ലുമ്പോൾ നമ്മൾ ആൾക്കാരാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെയാണ് സർ ഇത് വ്യാപിച്ചത് സർ. സ്കൂളിലെ ലഹരി ഉപയോഗമൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ സ്ഥിതി എന്താ? 12,000-ൽ പര സ്കൂളുകൾ, 13,000-ഓളം സ്കൂളുകളുണ്ട്. അതിൽ 5,000 സ്കൂളിൽ പോലും ഈ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി സർ. ഇത് ഈ രാജ്യത്തോട് ചെയ്യേണ്ട ഒരു വലിയ കടമയാണ് നമ്മുടെ നാടിനോട്. ലഹരി വ്യാപനം അത്ര വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെയാണ് ചർച്ച ചെയ്തത്, അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ അക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് സർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിലവാര തകർച്ച കൊണ്ട് നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ സർവകലാശാലകൾ എല്ലാം കൂടി കൂട്ടിയിട്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്, ഡിഗ്രി തലത്തിൽ 85,552 സീറ്റ് കഴിഞ്ഞ അധ്യയന വർഷം ഒഴിഞ്ഞു കിടക്കുകയാണ്. PGയിൽ 13,047 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ ശതമാനം നോക്കിയാൽ UG 30% സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, PG 40% സീറ്റ് ഒഴിഞ്ഞെടുക്കുന്നു. 2023 സംസ്ഥാനത്ത് നിന്ന് 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് രാജ്യം വിട്ടത് സർ.
ആഗോള പൗരനാകാൻ ശ്രമിക്കുന്ന കേരളീയ വിദ്യാർത്ഥിക്ക് അതിന് പറ്റിയ സാഹചര്യം ഒരുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഗൾഫ് പ്രവാസം പോലെയല്ല സർ ഇത് ഗൾഫിൽ പ്രവാസത്തിന് പോയാൽ നല്ല പൈസ കണ്ടുവരുന്നുണ്ട്. 1 ലക്ഷം കോടിയാണ് ഒരു വർഷം നമ്മുടെ സാമ്പത്തിക അവസ്ഥയിലേക്ക് ഗൾഫിൽ നിന്ന് വരുന്നത്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് പോവുകയാണ്. അവിടെ പോയി പഠിക്കുന്നു, അവിടെ ജോലിയാകുന്നു, പറ്റുമെങ്കിൽ മനുഷ്യപ്പറ്റുള്ളവർ രക്ഷിതാക്കളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. നമ്മൾ ഇവിടെ പെറ്റുവീണ മക്കൾ, നമ്മൾ പഠിപ്പിച്ച് ഒരു പരിധിവരെ വലുതാക്കിയ കുട്ടികൾ, അവരുടെ ബൗദ്ധികമായ കഴിവ്, ബൗദ്ധിക ചോർച്ച, അത് വലിയ നഷ്ടമാണ് സാർ. അത് വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിലവാരമുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവണം. ഉള്ള യൂണിവേഴ്സിറ്റിക്ക് നിലവാരം ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്നുള്ളത് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സർവകലാശാല ഭേദഗതി ബില്ലുണ്ട്. എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം? എല്ലാ അധികാരങ്ങളും മന്ത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു ഓട്ടോണമസ് ബോഡിയല്ലേ? പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഇവിടെ സബ്ജക്റ്റ് കമ്മിറ്റി പരിശോധിച്ച് വരാൻ പോണ ബില്ലിൽ എന്താ പറയുന്നത്? കൂടുതൽ അധികാരങ്ങൾ മന്ത്രിയിലേക്ക് വരണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ എന്തായിരുന്നു പ്രശ്നം? ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ പല യൂണിവേഴ്സിറ്റികളിലും വി സിമാരുണ്ടായില്ല എന്നുള്ളതാണ്. സമയക്കുറവ് മൂലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള പരിഹാരങ്ങളാണ് സർ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ 16,000-ഓളം അധ്യാപകരുടെ നിയമനം ലഭ്യമാകാതെ, അതിലിപ്പോൾ ഒരു അധ്യാപിക അലീന ബെന്നി കോഴിക്കോട് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടാണ് അത് നൽകാൻ കഴിയാതെ പോകുന്നത്. പക്ഷേ ഗവൺമെൻറ് അതിന് നോക്കുകുത്തിയായി നിൽക്കാൻ പാടില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. 16,000 ആളുകളാണ്. ജോലി എന്താ? അധ്യാപനം, ശമ്പളമില്ല, ജീവിക്കാൻ വേറെ മാർഗം നോക്കണം. ഇങ്ങനെയുള്ള ഗതികേട് ഒരുപാട് ആളുകൾക്കുണ്ട് സർ. പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാവരുടെയും പ്രസംഗത്തിൽ വളരെ മേനി നടിച്ചിട്ട് പറഞ്ഞൊരു സംഗതി എന്താ വെച്ചാൽ, ഞങ്ങൾ നല്ലൊരു സമ്മേളനം നടത്തിയിട്ട് അങ്ങോട്ട് വരണമെന്നാണ്. അപ്പുറത്തുള്ളവരൊക്കെ ഏത് വിഷയത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾ നല്ലൊരു സമ്മേളനം നടത്തിയിട്ടാണ് പറഞ്ഞത്. നിങ്ങളെ സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ. അത് നിങ്ങളെ രീതിയിലുള്ള സമ്മേളനമാണ്. ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലുള്ള സമ്മേളനങ്ങൾ നടത്തും സർ. ആ സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സമ്മേളനത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞു 5 ലക്ഷം ആളുകളെ ഒരാഴ്ച കൊണ്ട് സംഘടിപ്പിച്ച സമ്മേളനം ലീഗ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂർ കോൺഗ്രസ് നടത്തിയ സമ്മേളനം അതിഗംഭീരമായിരുന്നു. എന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങളിൽ നിന്ന് കൂട്ടക്കരച്ചിലാണ് സർ. ജി സുധാകരൻ പറയുന്നത് എന്നോട് തന്തയില്ലായ്മ കാണിച്ചു എന്നാണ്. അതുപോലെ ജയരാജൻ പറയുന്നത് 25 കൊല്ലമായി ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ, പക്ഷെ 4 കൊല്ലമായവർ സെക്രട്ടേറിയറ്റിലും എന്നെ എത്തിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളാണ്. അവരുടെ ശാപം നിങ്ങളുടെ മേലുണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ധനാഭ്യർത്ഥനകൾ മുഴുവനും എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.